ഇല്ല. ചിലത് ഞങ്ങൾ അംഗീകരിക്കും, ചിലത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചിലത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ചിലത് അവിശ്വസിക്കുന്നു. അപ്പൊ ഇതാരെ കുറിച്ചാ പറയുന്നത്? തുടക്കം തന്നെ എന്താ? ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി എന്ന് പറഞ്ഞിട്ടാണ് വയഖൂലൂന. അള്ളാഹുവിലും പ്രവാചകനിലും അവിശ്വസിക്കുകയും അള്ളാഹുവിനും പ്രവാചകന്മാർക്കും ഇടയിൽ വേർതിരിവ് വരുത്താൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ വയഖൂലൂന അവർ പറയുകയും ചെയ്യുന്നു എന്ത്? ഞങ്ങൾ എല്ലാം അംഗീകരിക്കുകയില്ല, കുറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു, കുറച്ച് വിശ്വസിക്കുകയില്ല. വയുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല. ഇത് രണ്ടിനും ഇടയിൽ, ഇപ്പറഞ്ഞതിനിടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാനും അവർ ഉദ്ദേശിക്കുന്നു. അപ്പൊ എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ കാഫിറുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാ? ഫൈദാ കാന അല്ലാഹു തആല ഖദ് സ്വറഹ ഫീ കിതാബിഹി അന്ന മൻ ആമന ബിബഅദിൻ വകഫറ ബിബഅദിൻ ഫഹുവ കാഫിറുൻ ഹഖൻ. അല്ലാഹു അവന്റെ കിതാബിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു, ചിലത് വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഫഹുവ കാഫിറുൻ ഹഖൻ, അവൻ ഹക്കായി യഥാർത്ഥത്തിൽ അവൻ കാഫറാകുന്നു. അപ്പൊ ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത് ഒരാൾ കാഫറാകാൻ എല്ലാം നിഷേധിക്കണമെന്നില്ല. ഒരാൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം നിഷേധിച്ചാൽ തന്നെ അവൻ കാഫറായി തീർന്നു. അതിന് ഖുർആനിൽ തന്നെ തെളിവുണ്ട്. ഞങ്ങൾ ചിലത് അംഗീകരിക്കുന്നു, ചിലത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞവർ കാഫറുകളാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ ചർച്ച ചെയ്ത് തരുന്ന വിഷയത്തിലേക്ക് പോയാൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹു ഉണ്ട്, അള്ളാഹുവാണ് ലോകം പടച്ചത്, ഇനി മുദബ്ബിറുൽ ആലവും അള്ളന്നാണ്, അത് സിയമടവർ ഏൽപ്പിക്കില്ല, അള്ളാഹ് തന്നെ. പിന്നെ നബി അംഗീകരിക്കുന്നു, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പരലോകം, എല്ലാ വിശ്വാസമുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരുത്തൻ അതിന്റെ അനിവാര്യ ഫലമായി അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് ഒരാൾ നിഷേധിക്കുകയോ അതിനെതിരാകുന്ന തരത്തിൽ പ്രവർത്തിച്ചോളന്നില്ല, വിശ്വസിച്ചാലും മതി. അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ ആളുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ചെയ്തിട്ടില്ലെങ്കിലും കാഫറാവും. സാലത്ത് ഹാദിഹി ശുബ്ഹ. ഈ ആയത്തിൽ പറഞ്ഞ ഇക്കാര്യം ചിലത് നിഷേധിച്ചാൽ തന്നെ കാഫറായി എന്ന കാര്യം മനസ്സിലാക്കുന്നതിലൂടെ ഈ സംശയം നീങ്ങിപ്പോയി. ഏത് സംശയം? എന്താ അവിടെ സംശയം പറഞ്ഞത്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നു, 2 സാക്ഷ്യങ്ങൾ ചൊല്ലിയവരാണ്, നമസ്കരിക്കുന്നവരാണ്, ഖുർആൻ അംഗീകരിക്കുന്നവരാണ്, പരലോകം അംഗീകരിക്കുന്നവരാണ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ ജാഹിലിയത്തിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകൾ എന്ന് പറയുക? സംശയം നീങ്ങി. എന്താ? അള്ളാഹുവിന്റെ ആയത്ത് എല്ലാം കൂടി നിഷേധിക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ തന്നെ കാഫറായി. മാത്രമല്ല ഇവിടെ പറഞ്ഞ തൗഹീദുള്ള നബിയിൽ വിശ്വസിച്ച ഒരാൾ ചെയ്യേണ്ട അതിന്റെ താഴെ വരുന്ന കാര്യമാണ് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെ പറയുന്നത്. അനുഷ്ഠാന വിഷയങ്ങളാണ്. അനുഷ്ഠാന വിഷയങ്ങളിൽ ഒന്ന് തന്നെ നിഷേധിച്ചാൽ ഒരുത്തൻ കാഫറാകുമെങ്കിൽ, വിശ്വാസകാര്യം തന്നെ നിഷേധിച്ചാൽ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ചാൽ പിന്നെ എങ്ങനെയാണ് കാഫറും മുശ്രിക്കുമാകാതിരിക്കുക? അപ്പൊ ഒരു സംശയവുമില്ല, വളരെ വ്യക്തമായ കാര്യമാണ്.